أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد صرفنا في هذا القرآن ليذكروا وما يزيدهم إلا نفورا. قل لو كان معه آلهة كما يقولون إذا لابتغوا إلى ذي العرش سبيلا. سبحانه وتعالى عما يقولون علوا كبيرا. تسبح له السماوات السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده ولكن لا تفقهون تسبيحهم إنه كان حليما غفورا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 890 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ഇസ്രായിലെ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിയദ്ദക്കറൂ വമാ യസീദുഹും ഇല്ലാ നുഫൂറാ. ഖുൽ ലൗ കാന മഅഹു ആലിഹത്തുൻ കമാ യഖൂലൂന ഇദൻ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീലാ. സുബ്ഹാനഹു വതആല അമ്മാ യഖൂലൂന ഉലുവ്വൻ കബീറാ. തുസബ്ബിഹു ലഹു അസ്സമാവാതു അസ്സബ്ഉ വൽ അർദ് വമൻ ഫീഹിൻ വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഇസ്രായിലെ 41 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് ഈ സൂറത്തിന്റെ നമ്മൾ പിന്നിട്ട ഏതാനും ആയത്തുകളിൽ വളരെ സംക്ഷിപ്തമായി വളരെ സുപ്രധാനമായ ചില സാരോപദേശങ്ങളും തത്വങ്ങളും നിർദ്ദേശങ്ങളും വിലക്കുകളും ഒക്കെ നൽകപ്പെടുകയുണ്ടായത് നമ്മൾ കണ്ടു. അതിനെ തുടർന്ന് ആ ഭാഷണത്തിന്റെ ഒരു ഉപസംഹാരം എന്ന സ്വഭാവത്തിലാണ് നമ്മൾ ഇന്നലെ വായിച്ച ആയത്തുകളുടെ ആശയം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. താങ്കൾക്ക് ദിവ്യബോധനമായി നൽകപ്പെട്ടിരിക്കുന്ന ഹിക്മത്തിന്റെ ഭാഗമാണ്, ദൈവികമായ സാരോപദേശങ്ങളുടെയും തത്വങ്ങളുടെയും ഒക്കെ ഭാഗമാണ് ഈ കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവനോടൊപ്പം മറ്റാരെയും പങ്കാളിയാക്കാതെ നിലകൊള്ളുക. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അവർ നരകത്തിൽ പതിക്കാനിടയാവാനും ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങാനും അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുവാനും ഒക്കെ കാരണമാകും എന്നതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിനെ തുടർന്ന് മക്കയിലെ ആളുകളുടെ ബഹുദൈവത്വ ആശയങ്ങളുടെ ഒരു അടിസ്ഥാനമായി നിലകൊള്ളുന്ന മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാണ് എന്നുള്ള നിലക്ക് കണ്ടുകൊണ്ട് അവരെ ദേവതകളായി കാണുന്ന പഴയ കാലത്തെ അറബികളുടെ, ജാഹിലിയ കാലത്തെ അറബികളുടെ ഒരു സമ്പ്രദായത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടും ചില കാര്യങ്ങൾ അള്ളാഹു വ്യക്തമാക്കുകയുണ്ടായി. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ കടുപ്പമേറിയ ഒരു കാര്യമാണ്. വലിയ പ്രത്യാഘാതവും അനന്തരഫലവും ഉണ്ടാക്കുന്ന
കള്ളമാണത് എന്നാണ് അവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്ത് അല്ലാഹു പൊതുവായിട്ട് രണ്ട് കാര്യങ്ങൾ, ഒന്ന് വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി എന്ത് ദൗത്യം നിർവഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നത് ചൂണ്ടിക്കാണിക്കുന്ന, അതിനോടൊപ്പം തന്നെ ബഹുദൈവത്വം എന്ന ആശയം എത്രത്തോളം അശാസ്ത്രീയമാണ്, യുക്തിരഹിതമാണ് എന്നതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യവുമാണ് ഇന്ന് നമ്മൾ വായിച്ച 3 ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. 3 അല്ല 4 ആയത്തുകളിൽ, ചെറിയ 4 ആയത്തുകളിൽ. വലഖദ് സറഫ്നാ ഫീ ഹാദൽ ഖുർആൻ, നിശ്ചയമായിട്ടും ഈ ഖുർആനിൽ നാം വളരെ വ്യക്തതയോടുകൂടി വിവരിച്ചിരിക്കുന്നു. കാര്യങ്ങളെ വളരെ തെളിമയുള്ള വിധത്തില്, സുവ്യക്തമായ വിധത്തില് അവതരിപ്പിച്ചിരിക്കുന്നു. ലിയദ്ദക്കറു, ജനങ്ങള് ഇത് സംബന്ധമായി ഉത്ബുദ്ധരാവുന്നതിന് വേണ്ടിയാണ്. ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി ബോധ്യമാകുന്നതിന് വേണ്ടി, അവർ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടി ഈ ഖുർആനിൽ നാം വ്യക്തതയോടുകൂടി കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നു. വമാ യസീദുഹും ഇല്ലാ നുഫൂറ, എന്നാൽ അതിന്റെ പ്രത്യക്ഷത്തിലുള്ള ഫലം അവരൊക്കെയും അകന്നു പോകുന്നു എന്നതാണ്. വമാ യസീദുഹും ഇല്ലാ നുഫൂറ, അവരിൽ അത് നുഫൂറ് മാത്രമാണ് വർദ്ധിപ്പിക്കുന്നത്. അവര് ഈ പ്രൗഢവും ഉജ്ജ്വലവുമായ ഈ ജീവിത ദർശനം അവർക്ക് വിശദമാക്കപ്പെട്ടു കൊടുത്തതിന് ശേഷവും അതിന്റെ യുക്തിഭദ്രതയും അതിന്റെ സ്വീകാര്യതയും ഒക്കെ പരിശോധിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ഈ സമൂഹം അതിൽ നിന്ന് ഏറെ അകലം പാലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. വമാ യസീദുഹും ഇല്ലാ നുഫൂറ, നുഫൂർ അല്ലാതെ, ഈ അകന്നു പോകലല്ലാതെ അവരിൽ അത് വർദ്ധിപ്പിക്കുന്നില്ല എന്നതാണ് ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ മക്കയിലെ ആളുകളുടെ നിലപാടിനെ എത്തിക്കൊണ്ട് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് പ്രവാചകരെ അവരോട് പറയുക, ലൗകാന മഅഹു ആലിഹത്തുൻ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം അള്ളാഹുവിന്റെ ഏകത്വമാണല്ലോ. പ്രപഞ്ച സൃഷ്ടാവിന്റെ ഏകത്വം എന്ന തൗഹീദ് എന്ന ആശയമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കേന്ദ്ര ആശയം. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, പ്രവാചകരെ അവരോട് ഇങ്ങനെ ചോദിക്കുക, ലൗകാന മഅഹു ആലിഹത്തുൻ, അവനോടൊപ്പം, അള്ളാഹുവിനോടൊപ്പം വേറെയും ഇലാഹുകൾ, ആരാധ്യന്മാര് ഉണ്ടായിരുന്നുവെങ്കിൽ, കമാ യഖൂലൂന, അവരവകാശപ്പെടുന്നത് പോലെ, പ്രപഞ്ചങ്ങളുടെ അഖിലേശ്വരനായിട്ട് അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരായിരുന്നു മക്കയിലെ ആളുകൾ. എന്നാൽ അള്ളാഹുവിനോടൊപ്പം ദിവ്യശക്തിയുള്ള ഒരുപാട് ദേവന്മാരും ദേവതകളും ഉണ്ട് എന്നതാണ് അവര് തർക്കിച്ചുകൊണ്ടിരുന്ന, വാദിച്ചുകൊണ്ടിരുന്ന കാര്യം. ആ ഒരു കാര്യം അവര് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? പ്രവാചകരെ അവരോട് ചോദിക്കുക, ലൗകാന മഅഹു ആലിഹത്തുൻ, അള്ളാഹുവിനോടൊപ്പം വേറെയും ആരാധ്യന്മാര് ഉണ്ടായിരുന്നെങ്കിൽ, വേറെയും ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ദിവ്യത്വത്തിൽ പങ്കാളിത്തമുള്ള മറ്റു പലരും അവനോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ, കമാ യഖൂലൂന, ഇക്കൂട്ടര് പറയുന്നത് പോലെ, ഇതൻ, അങ്ങനെയാണ് വസ്തുതയെങ്കിൽ, ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല, അവരൊക്കെയും തന്നെ സിംഹാസനത്തിന്റെ ഉടമസ്ഥവനായ അവന്റെ അടുക്കലേക്ക്, അവന്റെ ആ പദവി തട്ടിപ്പറിക്കാൻ വേണ്ടി അവര് ധൃതിപ്പെട്ട് വരുമായിരുന്നു. ലബ്തഗൗ, അവരൊക്കെ ശ്രമിക്കുമായിരുന്നു. ഇലാ ദിൽ അർശി സബീല, ദിൽ അർശ് എന്ന് പറഞ്ഞാൽ സിംഹാസനം ഉള്ളവൻ, സിംഹാസനം ഉടയവൻ എന്ന് പറഞ്ഞാൽ പരമോന്നതനായ അള്ളാഹുവിന്റെ സ്ഥാനം കവർന്നെടുക്കാൻ വേണ്ടി, അതിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അവരൊക്കെയും, ദിവ്യത്വമുണ്ട് എന്ന് ഇവർ പറയുന്നവരൊക്കെയും പാഞ്ഞെടുക്കുമായിരുന്നു. അപ്പോ ഇതാണ് അതിന്റെ യുക്തി രാഹിത്യം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിന്റെ ഏകത്വം എന്നത് തീർത്തും വസ്തുതാപരമാണ്. മറിച്ചൊരവസ്ഥ ഉണ്ടാവുക എന്നത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അള്ളാഹു പരമോന്നതനായ പ്രപഞ്ചനാഥനായിരിക്കെ അവനോടൊപ്പം
ദിവ്യത്വമുള്ള വേറെ പലരും ഉണ്ടായിരുന്നുവെങ്കിൽ, ബാക്കിയെല്ലാം അവന്റെ സൃഷ്ടികളാണ്, അവന്റെ അടിമകളാണ്. എന്നാൽ അവരില് ഈ സൃഷ്ടികളും അടിമകളും ഒക്കെ ആയിട്ടുള്ള സൃഷ്ടിജാലങ്ങൾക്ക് പുറമെ അള്ളാഹുവിനെ പോലെ ദിവ്യത്വമുള്ള, അല്ലെങ്കിൽ ദിവ്യത്വത്തിന്റെ ചില പങ്ക് കൈവശപ്പെടുത്തി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെയൊക്കെ സ്വാഭാവികമായ പ്രവണത എന്താകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. അത് ദുൽ അർശിനെ പ്രാപിക്കാനും അവന്റെ പദവി തട്ടിയെടുക്കാനുമായിരിക്കും. അധികാരം എന്നതിന്റെ, അല്ലെങ്കിൽ മേധാവിത്വം എന്നതിന്റെ ഒരു പ്രവണത തന്നെ ഇതാണ് എന്നത് ഈ കൂട്ടർക്ക് അറിയുകയില്ലേ എന്നാണ് അള്ളാഹുവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം. സംഭവ്യമല്ല അത്. കാരണം ദിവ്യത്വം അല്പം കൈവശമുണ്ട് എന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുവെങ്കിൽ അവൻ സ്വാഭാവികമായിട്ടും അവന്റെ മുകളിൽ ഒരു ദിവ്യത്വമുള്ളവനെ അംഗീകരിക്കുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുകയല്ല ചെയ്യുക. മറിച്ച് തന്റെ ദിവ്യത്വം കൊണ്ട് തൻ്റെതായ ഒരു ലോകം പണിയാനും തനിക്ക് തൻ്റെതായ ആളുകളെ തന്റെ വരുതിയിലാക്കി നിർത്തുവാനും ഒക്കെയുള്ള ഒരു ശ്രമമായിരിക്കുമല്ലോ ഉണ്ടാവുക എന്നതാണ് അള്ളാഹു ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തീർത്തും അസംഭവ്യമായ ഒരു കാര്യമാണ്. പ്രപഞ്ചത്തിന് ഒരുപാട് നാഥന്മാരുണ്ടാവുക എന്നത് യുക്തിക്ക് ചേരുന്ന, നിരക്കുന്ന ഒരു കാര്യമല്ല. ഒരു തന്മാത്രയുടെ പ്രവർത്തനം അത് നിയന്ത്രിക്കുന്നതിന് ഒന്നിലേറെ ദൈവങ്ങള് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പരസ്പര വൈരുദ്ധ്യമുള്ള, സംഘർഷമുള്ള, സംഘട്ടനമുള്ള ഒരവസ്ഥയാണ് ഒരു തന്മാത്രയുടെ ഘടനയിൽ പോലും ഉണ്ടാവുക. പ്രപഞ്ച സാകല്യത്തിന്റെ കാര്യം നമ്മൾ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഈ പ്രപഞ്ചം ഒന്നാകെ, അതിലടങ്ങിയിട്ടുള്ള സകല ഗോളങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും, ഇവിടുത്തെ മുഴുവൻ പ്രതിഭാസങ്ങളും, അതൊക്കെയും തന്നെ പലരുമായി നിയന്ത്രിക്കുന്ന അവസ്ഥയാണുള്ളതെങ്കിൽ അത് ഒരു ദിവ്യശക്തിയുള്ളവൻ മറ്റൊരു ദിവ്യശക്തിയുള്ളവന് കീഴ്പ്പെട്ടു കൊടുക്കുന്ന, വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. ഓരോരുത്തരും സ്വന്തം അധികാര ഇടം സ്ഥാപിക്കുന്നതിന്റെ വ്യഗ്രതയിലായിരിക്കും പരമോന്നതനായ ദൈവത്തിന്റെ അല്ലെങ്കിൽ അധികാരിയുടെ ആ സ്ഥാനം കവർന്നെടുക്കാനുള്ള ഒരു വ്യഗ്രതയിലുമായിരിക്കും ദിവ്യത്വമുള്ള ഓരോരുത്തരും. ഇത് ഡിവിനിറ്റി എന്ന വിധത്തില്, അല്ലെങ്കിൽ അധികാരം എന്നുള്ള നിലക്ക് ഒക്കെ തന്നെ ഈ വിഷയം എക്സ്പ്ലോർ ചെയ്താലും നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ധാരാളം യൂറോപ്യൻ സാഹിത്യത്തില് ധാരാളം നാടകങ്ങളും രചനകളും ഒക്കെ ഇത്തരം ഈ സമഗ്രാധിപത്യത്തെ, ആ പ്രവണതയുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന രചനകളൊക്കെ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അത് ഷേക്സ്പിയറുടെ കിങ് ലിയർ ആയാലും എഡ്വേർഡ് ബോണ്ടിന്റെ ലിയർ എന്ന നാടകമായാലും അധികാരം കയ്യിൽ ഏൽക്കുന്ന ആള് അത് അയാളെ എത്രത്തോളം അന്ധനാക്കി മാറ്റുന്നു, അയാള് ആ ക്രൂരതയും അതുപോലെ നിഷ്കരുണതയുള്ള ആളുമായിട്ട് എത്ര സ്വേച്ഛാധിപത്യപരമായിട്ടാണ് പിന്നെ പ്രവർത്തിക്കുന്നത് എന്നത് വരച്ചു കാണിക്കുന്ന വളരെ രസകരമായ നാടകങ്ങളും സാഹിത്യരചനകളും ഒക്കെയാണ്. മനുഷ്യന്റെ പ്രകൃതം പോലും അങ്ങനെയാണ്. അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് ഒന്നിലേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഹാർമോണിയസ് ആയി, ഇത്രയും സമഗ്രമായി കാര്യങ്ങൾ പ്രവർത്തനക്ഷമമാകുമായിരുന്നില്ല. ഓരോരുത്തരും അവന് കിട്ടിയതുമായി അതിന്റെ മേൽ സ്വേച്ഛാധിപത്യം കാണിച്ചുകൊണ്ടും മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുമായിരിക്കും മുന്നോട്ട് പോവുക. അത് നിങ്ങൾക്ക് യുക്തിസഹമായിട്ട് തോന്നുന്നുണ്ടോ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. അപ്പോ നിങ്ങളുടെ വിശ്വാസപരമായ അടിത്തറ മഹാ അബദ്ധമാണ്, അത് യുക്തിരഹിതമാണ്, അസ്വീകാര്യമാണ്. അതുകൊണ്ട് ലൗകാനുമാഹു ആലിഹത്തും, അള്ളാഹുവിനോടൊപ്പം വേറെയും ദിവ്യത്വമുള്ള ആരാധ്യന്മാർ ഉണ്ടായിരുന്നെങ്കിൽ, കമാ യഖൂലൂന, അവരവകാശപ്പെടുന്നത് പോലെ, അവര് പറയുന്നത് പോലെ, ഇദൻ ലബ്തഗൗ ഇലാ ദിൽ അർശി സബീല, അവരൊക്കെയും തന്നെ പരമോന്നതമായ സിംഹാസനം ആരുടെ കയ്യിലാണോ ഉള്ളത് അവന്റെ സ്ഥാനത്തിനായിട്ട് അവരൊക്കെയും ധൃതിപ്പെട്ട് പരിശ്രമിക്കുമായിരുന്നു, അല്ലെങ്കിൽ അത് കവർന്നെടുക്കാൻ ശ്രമിക്കുമായിരുന്നു എന്നതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. സുബ്ഹാനഹു വ തആല
അങ്ങേയറ്റം പരിശുദ്ധനും അത്യുന്നതനുമാണ് അള്ളാഹു. അമ്മ യഖൂലൂൻ, ഇവര് പറയുന്ന വിധത്തിലുള്ള യാതൊരു കളങ്കവും അവനെ ഏശുന്നില്ല. ഇവര് പറയുന്ന സകല സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കളങ്കം അല്ലെങ്കിൽ പരിശുദ്ധിക്ക് കളങ്കമേൽക്കുന്ന സംഗതി, അതൊന്നും അള്ളാഹുവിനെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഇതൊക്കെ അവരുടെ സങ്കല്പങ്ങളും ഊഹങ്ങളും മാത്രമാണ്. അള്ളാഹുവിനോടൊപ്പം വേറെയും ദിവ്യന്മാരുണ്ട്, അല്ലെങ്കിൽ ദൈവിക ശക്തിയുള്ള പങ്കാളികളുണ്ട് എന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടൊന്നും അള്ളാഹു കളങ്കമുള്ളവനായി മാറുകയില്ല. സുബ്ഹാനഹു, അവൻ അങ്ങേയറ്റം പരിശുദ്ധനാണ്. വ തആല, അവന്റെ പദവി അങ്ങേയറ്റം ഉന്നതമായതുമാണ്. അമ്മാ യഖൂലൂന, ഇവരാരോപിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഉപരിയായിട്ട് ഉലുവൻ കബീറ, വളരെ വലിയ ഔന്നത്യത്തിലാണ് അവന്റെ പരിശുദ്ധിയും അവന്റെ മഹത്വവും നിലകൊള്ളുന്നത് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് ഈ പ്രപഞ്ചത്തിന് ഒരേ ഒരു ദൈവമേ സാധ്യമാകൂ എന്നത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത്. തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ, 7 ആകാശങ്ങൾ, സപ്തവാനങ്ങൾ അവന് പ്രകീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് 7 ആകാശങ്ങളും സപ്തവാനങ്ങളും. വല്ലാർളും, ഭൂമിയും, വമൻ ഫീഹിന്ന, അവയിലൊക്കെയും ഉള്ളതും, ചേതനവും അചേതനവുമായ മുഴുവൻ സംഗതികളും, ആകാശഭൂമികളിലുള്ളതൊക്കെയും തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് അവന് പ്രകീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. പർവ്വതങ്ങൾ വരെ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നതായിട്ട് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ദാവൂദ് അലൈഹിസലാം അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ദിക്ർ ചെയ്ത ഘട്ടത്തിൽ പർവ്വതങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് ദിക്ർ ചെയ്ത കാര്യമൊക്കെ ഖുർആൻ പരാമർശിക്കുന്നു. മനുഷ്യദൃഷ്ടിക്കും മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിലാക്കാൻ എളുപ്പമുള്ളതല്ലാത്ത ഒരു അസാധാരണത്വമുള്ള ഒരു അനുഭവ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടാൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഈ പ്രപഞ്ച സംവിധാനത്തിനപ്പുറത്തെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇസ്രായിനെയും മെഹ്റാജിനെയും കുറിച്ചൊക്കെ വ്യക്തമായി ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെയും തന്നെ ഈ സ്വാഭാവികമായ ഈ പ്രാപഞ്ചിക പ്രക്രിയയുടെ ആ പ്രവാഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സംഗതികളാണ്. മറ്റൊരു തലത്തിൽ മാത്രം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുന്ന കാര്യമാണ്. പക്ഷെ പ്രപഞ്ചനാഥന്, ഈ പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിന് അങ്ങനെയൊക്കെ നിർവഹിക്കുക യാതൊരു പ്രയാസവുമുള്ള കാര്യവുമല്ല. അപ്പോ തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ, സപ്തവാനങ്ങളും 7 ആകാശങ്ങളും അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുന്നു. വൽ അർളു, ഭൂമിയും, വമൻ ഫീഹിന്ന, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരൊക്കെയും തന്നെ, അത് വ്യക്തികളും ആവാം അചേതന വസ്തുക്കളും ആവാം. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അക്കാര്യമാണ് അടുത്ത വാചകത്തിൽ വ്യക്തമാക്കുന്നത്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അവന്റെ സ്തുതികീർത്തനങ്ങളെ വാഴ്ത്തിക്കൊണ്ടും അവനെ സ്തുതിച്ചുകൊണ്ടുമല്ലാതെ ഒരു സംഗതിയും അതിലൊന്നുമില്ല. ഓരോ മണൽത്തരി പോലും പ്രപഞ്ചത്തിലെ ഓരോ ദൃഷ്ടിക്ക് വിധേയമാവുന്നതോ അല്ലാത്തതോ ഒക്കെയായ പ്രതിഭാസങ്ങൾ തന്നെയും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയും തഹ്മീദ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ ശരീരം പോലും അള്ളാഹുവിന്റെ വ്യവസ്ഥക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നഖം വളരുന്നത് നമ്മൾ പറയുന്നത് കേട്ടുകൊണ്ടല്ല. നമ്മൾ സാധിക്കുമെങ്കിൽ എല്ലാ ആഴ്ചയും ഇത് നഖം മുറിച്ച് കളയുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഉള്ള വളർച്ചയിൽ അങ്ങനെ നിൽക്കട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചെന്ന് വരും. മുടി വളരുന്നത് അങ്ങനെയാണ്. ശരീരത്തിന്റെ ഓരോ ചർമ്മത്തിലെ ഓരോ കോശവും ശരീരത്തിലെ ഓരോ അവയവവും പ്രവർത്തിക്കുന്നത് ആ ശരീരത്തിന്റെ ഉടമയായിട്ട് ഉള്ള മനുഷ്യനെ അനുസരിച്ച് കൊണ്ടല്ല, മറിച്ച് ഒരു പ്രാപഞ്ചിക വ്യവസ്ഥയെ, ദൈവിക വ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ടും അവന് വിധേയപ്പെട്ടും കൊണ്ടുമാണ് എന്നതാണ് വസ്തുത. എന്നാൽ ഇതേ മനുഷ്യന് തന്നെ ഒരു സ്പേസ് നൽകപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ സ്വമേധയാ അനുസരിക്കാനും സ്വമേധയാ ധിക്കരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്പേസ് മനുഷ്യന്
നൽകപ്പെട്ടിട്ടുണ്ട്. അത് ഇതര ജീവജാലങ്ങൾക്ക് നമ്മൾ കാണുന്നില്ല. അത് പ്രാപഞ്ചികമായ ആ വ്യവസ്ഥ തന്നെ, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന സംവിധാനം തന്നെ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രം കഴിയുക എന്നുള്ള വിധത്തിലാണ്. മനുഷ്യന്റെ കാര്യത്തില് അവന് സെൻസ് ഓഫ് ഡിസ്ക്രീഷൻ, വിവേചനാധികാരം, എന്നിട്ട് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകപ്പെട്ടിരിക്കുകയാണ്. അത് അവൻ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വിധേയപ്പെടുമോ അതല്ല അള്ളാഹുവിനെ ധിക്കരിക്കുമോ എന്നത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യം. അപ്പോ വൈമിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അവന് തസ്ബീഹും തഹ്മീദും ചെയ്യുന്നവരായിക്കൊണ്ടുള്ളതല്ലാത്ത യാതൊന്നും അവയിലൊന്നുമില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു, ഒറ്റ കാര്യം, അവരുടെ തസ്ബീഹ് എങ്ങനെയാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഓരോ പക്ഷിയും ഓരോ സൂക്ഷ്മ ജീവിയും പ്രപഞ്ച ഭൂമുഖത്ത് മണ്ണില് നീങ്ങുന്ന ജീവികളും ആകാശത്തിൽ ചിറകടിച്ച് പറക്കുന്ന പറവകളും ഒക്കെ എല്ലാം തന്നെ അള്ളാഹുവിനുള്ള തസ്ബീഹിലും തഹ്മീദിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾക്കത് തസ്ബീഹായിട്ടും തഹ്മീദായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇതാണ് അള്ളാഹു എടുത്തു പറയുന്ന കാര്യം. അപ്പോ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു, മത്സ്യങ്ങൾ, കടലിൽ ഊളിയിട്ട് നീങ്ങുന്ന മത്സ്യങ്ങള്, ഭൂതലത്തിൽ എഴഞ്ഞു ജീവിക്കുന്ന നീങ്ങുന്ന ജീവജാലങ്ങള്, ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികള്, ഇതൊക്കെയും തന്നെ അള്ളാഹുവിനുള്ള തഹ്മീദിലും തസ്ബീഹിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, നിശ്ചയമായിട്ടും അവൻ അങ്ങേയറ്റത്തെ സഹനമുള്ളവനും പുറത്തു കൊടുക്കുന്നവനുമാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. മനുഷ്യന് ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാതെ ധിക്കാരം കാണിക്കുന്നവനായിട്ടും അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവനായിട്ടും അള്ളാഹുവിനെ തെറി വിളിക്കുകയോ അതുപോലെ അള്ളാഹുവിനെ ശപിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് അവരുടെ അജ്ഞത കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അവന്റെ കൈവിരലുകൾ പോലും, വിരലിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ചർമ്മം പോലും അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടും അവന് വിധേയപ്പെട്ടുകൊണ്ടും നിലകൊള്ളുന്നു എന്ന വസ്തുത തിരിച്ചറിയുമ്പോൾ അവന് അത് എത്രത്തോളം വലിയ ആഘാതമായിരിക്കും എന്നതാണ് ആലോചിക്കാവുന്നത്. അള്ളാഹു പറയുന്നത് തീർച്ചയായിട്ടും അവനേറെ സഹനമുള്ളവനാണ്. മനുഷ്യര്, അള്ളാഹുവിന്റെ അടിമകള് ഈ വിധത്തില് ധിക്കാരവും അനുസരണക്കേടും അള്ളാഹുവിനെ വകവെക്കായികയും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവന്റെ മേൽ ഉടനടി അവൻ ശിക്ഷ നടപ്പിലാക്കുന്നില്ല. അവന്റെ തലയിൽ ഒരു ഇടിത്തീ വീഴുന്നില്ല. ഒരു പ്രളയം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഭൂകമ്പം ഉണ്ടായി അവൻ ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോവുകയോ മുങ്ങി മരിക്കുകയോ ഒന്നും പെട്ടെന്ന് ചെയ്യുന്നില്ല. ഇവരുടെയൊക്കെ ധിക്കാരവും അനുസരണക്കേടും അതുപോലെ നന്ദികേടും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ അള്ളാഹു ഈ ഭൂമുഖത്തെ സകല ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ അവർക്ക് വേണ്ട വിഭവങ്ങളും അതുപോലെ സാധ്യതകളും സൗകര്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹനം ആണ് ഇതൊക്കെയും വെളിപ്പെടുത്തുന്നത്. അതുപോലെ ഈ തിരിച്ചറിവുണ്ടായിക്കൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളുടെ കാര്യത്തിലോ അവനേറെ പുറത്തു കൊടുക്കുന്നവനുമാണ്. അവർക്ക് പൂർവിക കാലത്ത് സംഭവിച്ച സകല തെറ്റുകളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മുഴുവൻ വീഴ്ചകളും അവൻ പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, നിശ്ചയമായിട്ടും വളരെയേറെ സഹനമുള്ളവനും പുറത്തു കൊടുക്കാൻ വെമ്പലുള്ളവനുമാണ് അള്ളാഹു എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. ഇന്നത്തെ സെഷൻ ഞാൻ അവിടെ പരിമിതപ്പെടുത്തുകയാണ്. ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നത് കൊണ്ട് അതിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൈകാര്യം ചെയ്ത ചോദ്യങ്ങൾക്ക് പുറമെ ഒരു 8-9 ചോദ്യങ്ങളും കൂടി ഇവിടെ വന്നതുണ്ട്. ഞാൻ പെട്ടെന്ന് സാധിക്കുമെങ്കിൽ അത് വേഗം തീർക്കാം. ഇറാനിൽ നടത്തിയ ഒരു സർവേയിൽ, ഇത് പീസ് ലവിംഗ് എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് വന്നതാണ്. ഇറാനിൽ നടത്തിയ സർവേയിൽ ബഹുഭൂരിപക്ഷവും വിശ്വാസികളല്ല എന്ന് പ്രഖ്യാപിച്ചു. മഹല്ല് സംവിധാനവും രാഷ്ട്രീയ സംവിധാനങ്ങളും വഴിയുള്ള നിയന്ത്രണങ്ങളും വാളുകളും നരകത്തെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചും പ്രേരിപ്പിക്കലും ഇല്ലെങ്കിൽ മതം നിലനിൽക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന് ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇന്ത്യയിൽ മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ.
ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിട്ടുകൊണ്ടാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങൾ ജീവിച്ചു മുന്നോട്ട് പോകുന്നത്. അനങ്ങിയാൽ അത് രാജ്യദ്രോഹമായിട്ടും അക്രമമായിട്ടും ഭീകരതയായിട്ടും ഒക്കെ ബ്രാൻഡ് ചെയ്ത് അവരൊക്കെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയിടുന്ന ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് എത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ട്? ഇവിടെ ആളുകൾ ആരും നിർബന്ധിച്ചിട്ടല്ലല്ലോ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ നിൽക്കുന്നു. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല എന്നുള്ളതല്ല, ഇസ്ലാമിൽ നിന്ന് ധാരാളം പേര് പുറത്തു പോകുന്നുണ്ട്. പക്ഷെ വലിയൊരു സമൂഹം മനുഷ്യനത് തെരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ സ്വന്തം വഴി കണ്ടെത്താനും ഒക്കെ സ്വാതന്ത്ര്യം നൽകപ്പെട്ടത് കൊണ്ടാണ് കുറെ പേര് അതിന് പുറത്തു പോകുന്നത്. പക്ഷെ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് മുസ്ലിങ്ങളും ഇസ്ലാമിക വിശ്വാസവും അതിന്റെ രീതികളും ഒക്കെ തന്നെ കൂടുതൽ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ആളുകൾ, മുസ്ലിം ജനസംഖ്യ ഇവിടെ വളരെയേറെ വർദ്ധിക്കുന്നു എന്നതൊക്കെ കൊണ്ട് ആണ് ഒരുപക്ഷെ ഇവിടുത്തെ ഹിന്ദുത്വക്കാർക്ക് വലിയ എതിർപ്പും അതിനോട് വലിയ അസഹ്യതയും ഒക്കെ അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. ഇറാനിലെയും ഈ സർവേ, നിങ്ങൾ പറയുന്ന സർവേ, എവിടെയാണ് അങ്ങനെ ഒരു സർവേ നടന്നിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഗതി. ഇറാനില് അവിടുത്തെ ഭരണകൂടത്തിന് എതിരിൽ നിലകൊള്ളുന്ന അതിൽ പ്രതിഷേധവും എതിർപ്പും ഒക്കെ കാണിക്കുന്ന ചില ആളുകളുണ്ട്. സിനിമക്കാരും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ ആയിട്ട് നിലകൊള്ളുന്ന ചില ആളുകൾ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ സ്വാധീനത്തിൽപ്പെട്ട അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ വിദ്യാഭ്യാസം കിട്ടിയവരും അങ്ങനെയൊക്കെയുള്ള ആളുകൾ ചിലര് വഴിതെറ്റി അങ്ങനെ പോകുന്നുണ്ട്. അവര് ഇവിടെ വലിയ പ്രതിഷേധമൊക്കെ പലപ്പോഴും ഉണ്ടാക്കാറുണ്ട് എന്നത് വസ്തുതയാണ്. അത് അവര് ഇസ്ലാമിൽ നിന്ന് വിശ്വാസപരമായി അകന്നു പോകാൻ അവരുടെ പശ്ചാത്തലം കാരണമായിട്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ് ഈ ആളുകൾ, അത് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്, എവിടെയുണ്ടാവും അത്തരം ആളുകൾ. അപ്പൊ അത് ഇറാനിലും ഉണ്ടാവും, വേറെ ഏത് നാട്ടിലും ഉണ്ടാവും. സൗദി അറേബ്യയിൽ ദീർഘകാലം നിന്നിരുന്ന ഒരാളാണ് ഞാൻ. അവിടെയും ഞാൻ ഇസ്ലാം വിരുദ്ധരായ മുസ്ലിം പേരുള്ള മുസ്ലിം കുടുംബങ്ങളിലെ ആളുകളെ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, അവരുമായിട്ട് ഇടപഴകാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഈ പേടിപ്പിച്ച് നിർത്തുന്നതുകൊണ്ട് മാത്രമാണ്, വാളും ഭീഷണിയും ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇസ്ലാം നിലനിൽക്കുന്നത് എന്ന വാദമാണെങ്കിൽ, ഇതൊന്നും ഇല്ലാത്ത യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും പടിഞ്ഞാറൻ നാടുകളിലൊക്കെയും തന്നെ ഇസ്ലാം വളരെ ഫാസ്റ്റായിട്ട് വളരുന്നുണ്ട് എന്നത് അദ്ദേഹം മനസ്സിലാക്കട്ടെ. അപ്പോ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഉത്തരം ലഭിക്കും എന്നാണ് സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഹമീദ് മേത്തർ ഉന്നയിച്ച ഒരു കാര്യമാണ്, നന്മയും തിന്മയും അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്ന വിശ്വാസത്തെ മനുഷ്യന്റെ ചിന്തകൾ ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് വിചാരണക്ക് വിധേയമാക്കും എന്നത് അള്ളാഹു നീതിമാൻ എന്നതിന് എതിരായി മാറുന്നില്ലേ? വിചാരണക്ക് വിധേയമാക്കാൻ കാരണം മനുഷ്യർക്ക് ഫ്രീ വിൽ തന്നിട്ടുള്ളത് കൊണ്ടാണോ? തീർച്ചയായിട്ടും മനുഷ്യന് ഫ്രീ വിൽ നൽകപ്പെട്ടത് കൊണ്ട്, സെൻസ് ഓഫ് ഡിസ്ക്രിഷനും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകപ്പെട്ടത് കൊണ്ട് തന്നെയാണ് വിചാരണ വേണ്ടി വരുന്നത്. നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണുള്ളത് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം മുഴുവൻ സംഗതികളുടെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു അനുവദിക്കുന്ന ഒരു സ്പേസിൽ മാത്രമാണ് ആർക്കും എന്ത് റോളും പ്ലേ ചെയ്യാൻ കഴിയുന്നത്. ഒരാൾ ധിക്കാരിയാവുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകിയ ഒരു സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധിക്കാരിയാണ് ആകുന്നതാണ്. അതേ സ്വാതന്ത്ര്യം നൽകപ്പെട്ട മറ്റൊരാള് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് കഴിയുന്ന നല്ല മുസ്ലിമായിട്ട് ജീവിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. അപ്പോ ബാക്കി ജീവജാലങ്ങളൊന്നും അങ്ങനെയല്ല സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവരൊന്നും വിചാരണ വേണ്ട വിധത്തിലുള്ള ഒരു ജീവിതമല്ല അവർക്കുള്ളത്. അവരുടെ കാലം കഴിയുന്നതോടുകൂടി അവരുടെ ആ റോള് ഫിനിഷ്ഡ് ആവുകയാണ്. പക്ഷെ മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മനുഷ്യന് ഒരു വിചാരണ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, അവന്റെ കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, അതിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ മരണാനന്തര ജീവിതം നിശ്ചയിക്കപ്പെടുന്നതുമാണ് എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. അപ്പൊ നന്മയും തിന്മയും ഒക്കെ പ്രവർത്തനക്ഷമമാവുന്നത് അള്ളാഹുവിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഒരാൾക്കും അള്ളാഹു ഇച്ഛിക്കാത്ത, അല്ലെങ്കിൽ അള്ളാഹു ഒരിക്കലും ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ച ഒരു സംഗതി നടപ്പിലാക്കാൻ മനുഷ്യന് ഫ്രീ വില്ലുള്ളത് കൊണ്ടും സാധ്യമല്ല. അപ്പോ അതിന്റെ വിഷയം അതാണ്. എല്ലാറ്റിന്റെയും സമ്പൂർണ്ണ നിയന്ത്രണം ഉള്ളവനാണ് അള്ളാഹു. മനുഷ്യ മനസ്സുകളുടെ പ്രവർത്തനം പോലും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കുമ്പോ തന്നെ ചില കാര്യങ്ങൾക്ക് നമ്മളെ തന്നെ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നമ്മളെ
നമ്മൾ അതിന്റെ പേരിൽ അഭിമാനത്തോടു കൂടി ഞാനത് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റി എന്ന വിധത്തിൽ വലിയ അഭിമാനം കാണിക്കുന്നു. വേറെ ചില കാര്യങ്ങളുടെ പേരിൽ നമുക്ക് അതിൽ വലിയ നാണക്കേടായിട്ട് തോന്നുന്നു. നമ്മൾ അതിൽ കുറ്റബോധം കാണിക്കുന്നു, മാപ്പ് പറയുന്നു, തെറ്റ് ഏറ്റു പറയുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഓരോരുത്തർക്കും അവന്റെ ഇച്ഛക്കനുസരിച്ച് ചെയ്തു എന്ന് പറയാവുന്ന ചില സംഗതികളുണ്ട് എന്നാണ്. ഓരോരുത്തരുടെയും മനസാക്ഷിയുടെ കോടതിയിൽ അവര് ചില കാര്യങ്ങളിൽ വാഴ്ത്തപ്പെടുന്നവരാകുന്നു, വേറെ ചില കാര്യങ്ങളിൽ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരും ആകുന്നു. അത് ഓരോരുത്തരുടെയും മനസാക്ഷിയുടെ കോടതിയിലാണ്. അപ്പൊ അത് കാണിക്കുന്നതിന് അതിന്റെ സൂചന എന്താണ്? അതുകൊണ്ടാണ് നമുക്ക് മനസാക്ഷി കുത്ത് എന്ന ഒരു പ്രശ്നം അനുഭവപ്പെടുന്നത്. കുറ്റബോധം എന്നതൊക്കെ അനുഭവപ്പെടുന്നതിന് കാരണം അതാണ്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നന്മ ചെയ്താൽ നമുക്ക് അതിൽ സന്തോഷം ഉണ്ടാവുന്നു, നമുക്ക് നമ്മളോട് തന്നെ മതിപ്പൊക്കെ തോന്നുന്നു, ഇങ്ങനെയും അനുഭവപ്പെടുന്നു. അതിന്റെ അർത്ഥം ഈ കാര്യങ്ങളിൽ ഒരു ഭീകരമായ കുറ്റം ചെയ്യുന്നതിന് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നുവെങ്കിൽ ആ കാര്യം ഉണ്ടാകുന്നതിൽ നമുക്കൊരു പങ്കുണ്ടായിരുന്നു എന്നാണ് എന്റെ അർത്ഥം. ഒരു നന്മ ചെയ്തതിൽ നമ്മൾ ആഹ്ലാദിക്കുന്നുവെങ്കിൽ ആ നന്മ ചെയ്യുന്നതിൽ നമുക്കൊരു പങ്കുണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ആ പങ്കിനാണ് വിചാരണ നടത്തപ്പെടുക, അള്ളാന്റെ പങ്കിനല്ല. അള്ളാഹുവിന്റെ പങ്ക് നിങ്ങൾക്ക് ബുദ്ധി തന്നു, സാഹചര്യങ്ങൾ തന്നു, അവസരങ്ങൾ തന്നു, വിഭവങ്ങൾ തന്നു, എന്നിട്ട് നിങ്ങളെ ഒരു പ്രത്യേക പൊസിഷനിൽ നിർത്തി നിങ്ങൾ ഏത് തെരഞ്ഞെടുക്കും എന്നത് നോക്കി കാണുന്ന വിധത്തിൽ അത് അള്ളാഹു നിർവഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയോ പ്രശംസിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു തലമുണ്ടല്ലോ, ആ ഒരു തലം തീർച്ചയായിട്ടും വിചാരണ ചെയ്യപ്പെടുന്ന സംഗതിയാണ് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അപ്പോ മറ്റൊന്ന് പീസ് ലവിംഗ് എന്നുള്ള പ്രൊഫൈലിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ന് കാണപ്പെടുന്ന മുസ്ലിങ്ങളുടെ മുൻഗാമികളിൽ വലിയൊരു വിഭാഗം ബലം പ്രയോഗിച്ചും ക്രൂരത കാട്ടിയും പരിവർത്തനം ചെയ്യപ്പെട്ടവരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധാരണ ചരിത്രം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെയൊക്കെ എവിടെയാണ് സാമൂഹ്യ നീതിയും കരാറുകൾ പാലിക്കലും ഒക്കെ വിലമതിക്കപ്പെടുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് നിലവിലുള്ള മുസ്ലിങ്ങളുടെ മുൻഗാമികൾ വേണ്ട, ഞാനിപ്പോ 60 വയസ്സ് തികയുന്ന ഒരാളാണ്. എന്റെ ജീവിതകാലത്ത് ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും നിർബന്ധിതമായി ഇസ്ലാം സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നത് നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് പറ. എനിക്കിതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ആരെയെങ്കിലും ഫോഴ്സ് ചെയ്ത് ഇസ്ലാമിലേക്ക് വരാൻ ആരെങ്കിലും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നതായിട്ട്. എന്നിട്ടും നമ്മളെ കാലഘട്ടത്തിനെ കുറിച്ച് അങ്ങനെ പലരും പറയുന്നുണ്ടല്ലോ. പലരും പറഞ്ഞതുകൊണ്ട് അത് വസ്തുത ആയിക്കൊള്ളുന്നില്ല. നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം, ഞാൻ നിർബന്ധിക്കപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരാളാണ്. എനിക്ക് ഇസ്ലാം വിട്ടു പോകാൻ സ്വാതന്ത്ര്യം അനുവദിക്കണം എന്ന് അഭിപ്രായമുള്ള ഒരാളെ നിങ്ങൾ എന്റെ മുന്നിൽ ഹാജരാക്കിക്കോളൂ. അയാൾക്ക് ഇസ്ലാം നിന്ന് പുറത്തു പോകാനുള്ള ഒരു അവസരം ഞാൻ ചെയ്തു കൊടുത്തോളാം. അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ചരിത്രം എന്ന് പറയുന്നതൊന്നും വസ്തുതാപരമല്ല. ഇസ്ലാമിലേക്ക് ഒരാളെയും നിർബന്ധിച്ച് ആരും കൊണ്ടുവരില്ല. സൈനികമായ പല നടപടികളും യുദ്ധം പോലെയുള്ള സംഗതികളും ഒക്കെ ഉണ്ടാവും എന്നതല്ലാതെ അത് ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിയല്ല. ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നതിന് വലിയ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നിൽക്കുന്ന ശക്തികളൊക്കെ ഇസ്ലാം നേരിടുന്നുണ്ടാവും, മുസ്ലിം സമൂഹം നേരിടുന്നുണ്ടാവും. പക്ഷെ ഒരു വ്യക്തിയും ഇസ്ലാമിലേക്ക് വരാൻ നിർബന്ധിക്കപ്പെട്ടതായിട്ട് ലോക ചരിത്രത്തിൽ തന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നിങ്ങള് നമ്മളെ മുന്നിൽ ഹാജരാക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ അയാൾക്ക് വേണ്ട ഇസ്ലാം നിന്ന് തിരിച്ചു പോകാനുള്ള അവസരം നമുക്ക് തുറന്നു കൊടുക്കാം. അതിന് യാതൊരു തടസ്സവും ഇവിടെ ആർക്കുമില്ല. അങ്ങനെ പലരും പോകുന്നുണ്ട്, ഇനിയും ആർക്കും തിരിച്ചു പോവുകയും ചെയ്യാം. അപ്പോ നിർബന്ധിക്കപ്പെട്ടതിന്റെ പേരിൽ ഇസ്ലാമിൽ നിൽക്കുന്ന ഒരാളെയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത്രയുമാണ് അത് സംബന്ധമായിട്ട് പറയുന്നത്. ചരിത്രം എന്ന് നിങ്ങൾ പറയുന്ന സ്കൂൾ പാഠപുസ്തകങ്ങളോ അല്ലെങ്കിൽ ഓരോ താല്പര്യങ്ങളോട് കൂടി രചിക്കപ്പെട്ടിട്ടുള്ള ചരിത്ര രേഖകളിലൊക്കെ തന്നെ അവരുടെ എഴുതുന്ന ഹിസ്റ്റോറിയോഗ്രാഫേഴ്സിന്റെ പല താല്പര്യങ്ങളും പല നിലപാടുകളും കൂടുതൽ മുൻതൂക്കം നൽകപ്പെട്ടുകൊണ്ട് രചിക്കപ്പെട്ടിട്ടുണ്ടാകും. അത് വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വിവേചന ബുദ്ധി മനുഷ്യൻ ചരിത്രം വായിക്കുമ്പോൾ കാണിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് ഹമീദ് മേത്തറുടെ ഒരു ചോദ്യമാണ്. പോരാട്ടങ്ങളിലെ രക്തസാക്ഷ്യം എന്നത് ഈമാൻ എന്ന ബോധത്തിലേക്കാണോ അതല്ല രാഷ്ട്രീയ വിജയം എന്ന ഭൗതിക വിജയത്തിലേക്കല്ലേ മനുഷ്യനെ എത്തിക്കുന്നത് എന്നാണ്. ഒരു
ഭൗതികമായ ലക്ഷ്യമില്ലാതെ ഒരു പോരാട്ടവും ഭൂമുഖത്തുണ്ടാവില്ല. പക്ഷെ ഭൗതികമായ ലക്ഷ്യം നേടുന്നതിനുള്ള പരിശ്രമം പലപ്പോഴും ജീവൻ കൊടുത്തുകൊണ്ടും സമ്പത്ത് നൽകിക്കൊണ്ടും ഒക്കെ ഉള്ളതായിരിക്കും. അപ്പോ പലരും ആ യുദ്ധത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന കാര്യം വിജയിച്ചാൽ പോലും ആ യുദ്ധം ചെയ്ത ആളുകൾക്ക് അതിന്റെ പ്രയോജനം പ്രത്യക്ഷത്തിൽ ഉണ്ടായതായിട്ട് കാണാൻ കഴിയില്ല. കാരണം അവരാവില്ല പിന്നെ അത് ഏറ്റെടുക്കുന്നതും ആ രംഗത്ത് അതുമായി മുന്നോട്ട് പോകുന്നതും ഒക്കെ. ആ കോഴ്സിന് വേണ്ടി അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാവും, അവര് അങ്ങ് മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോ ഏത് യുദ്ധത്തിനും, അത് ഇസ്ലാമിന്റെ മാത്രമൊന്നുമല്ല, ഏത് യുദ്ധത്തിനും ചില ഭൗതിക ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതില്ലാതെ യുദ്ധം ഉണ്ടാവില്ല. അപ്പോ ഭൗതിക ലക്ഷ്യങ്ങള് മുൻനിർത്തിക്കൊണ്ടാണ് പോരാട്ടം നടക്കുക. പക്ഷെ ഓരോ പടയാളിയുടെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടാൻ രംഗത്ത് വരുന്ന ഓരോരുത്തരുടെയും ഏറ്റവും വലിയ അഭിലാഷമായിട്ട് അയാളുടെ മനസ്സിലുണ്ടാവുക അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവാർപ്പണം ചെയ്യാനുള്ള ആ ആഗ്രഹമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പിന്നെ മറ്റൊരു ചോദ്യം പീസ് ലവിംഗ് എന്നുള്ള പ്രൊഫൈൽ എന്നുള്ളതാണ്. വാക്ക് പാലിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, മറ്റുള്ളവരുടെ സ്വത്ത് പിടിച്ചു പറിക്കരുത് തുടങ്ങിയ ഉപദേശങ്ങളും അള്ളാഹു നബിയോട് പറഞ്ഞു എന്ന് പറയുന്നതിന് എത്രയോ കാലം മുമ്പ് ലോകം മുഴുവൻ പാലിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണോ എന്തോ പുതിയ കാര്യം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് എന്നതാണ്. ഇസ്ലാം ഒരിക്കലും തന്നെ ഒരു പുതിയ കാര്യം അവതരിപ്പിക്കുന്ന മതം അല്ല. അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള കാലഘട്ടത്തിന് ഇടയിൽ ഹദീസുകളിലെ സൂചന 1,25,000-ത്തിലധികം പ്രവാചകന്മാർ ഭൂമുഖത്ത് വന്നുപോയിട്ടുണ്ട്. അവരിൽ 25 ആളുകളുടെ പേര് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ഇവരൊക്കെയും തന്നെ പഠിപ്പിച്ച അതേ ദീനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഖുർആൻ നമ്മളുടെ മുന്നിൽ അതിന്റെ എല്ലാവിധ മനുഷ്യരുടെ കൈകാര്യം ചെയ്യൽ കാരണമായിട്ട് അതിന് വന്നു പോയിട്ടുള്ള സകല ശോഷണങ്ങളെയും മാറ്റിക്കൊണ്ട് ഏറ്റവും പെർഫെക്റ്റ് ആക്കിയിട്ട് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അവതരിപ്പിക്കപ്പെട്ട് തന്നിരിക്കുന്നത്. അപ്പോ ഈ മൂല്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നതിൽ പുതുമ ഉണ്ടാവില്ല. പക്ഷെ ഇത് മൺമറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പലയിടത്തും, പല നാടുകളിലും, പല ആളുകളിലും, പല സമൂഹങ്ങളിലും ഇത്തരം മൂല്യങ്ങൾ ഒട്ടും ഇല്ലാതായി പോയിട്ടുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടില് അതുപോലെ പടിഞ്ഞാറൻ നാടുകളിലൊക്കെ ലൈംഗിക സദാചാരം എന്നത് ഇപ്പോ വളരെ 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 പരിമിതമായിട്ട് മാത്രമുള്ള ഒരു സംഗതിയായി മാറുകയാണ്. വളരെയേറെ കുത്തഴിഞ്ഞ ലൈംഗിക സദാചാര സാഹചര്യമാണ് പടിഞ്ഞാറൻ നാടുകളിലെ പോലെ തന്നെ നമ്മളെ നാട്ടിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നവീകരിച്ചുകൊണ്ട് ജനങ്ങളെ ഇത്തരം അധാർമികതയിൽ നിന്ന് കരകയറ്റാൻ ചരിത്രത്തിന് പല ഘട്ടങ്ങളിലും പ്രവാചകന്മാര് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും അതുപോലെയുള്ള ഇടപെടലുകള് പരിഷ്കർത്താക്കളും അതുപോലെ നന്മ പഠിപ്പിക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ രംഗത്ത് വരും. അതിന് ഫലം ഉണ്ടാവുകയും ചെയ്യും. അത് ചരിത്രത്തിന്റെ വളരെ ചാക്രികമായി പ്രവർത്തനക്ഷമമാവുന്ന ഒരു കാര്യമാണ് നന്മ കൽപ്പിക്കലും തിന്മ തടയലും. അത് ആദ്യത്തെ തലമുറക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അതേ മൂല്യങ്ങൾ തന്നെയാണ് അതിന്റെ ഏറ്റവും തിളക്കമാർന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ പകർന്നു നൽകപ്പെടുന്നത്. ഇതൊന്നും ഒരു പുതിയ സംഗതിയാണ് എന്ന് ഖുർആൻ പറയുന്നില്ല എന്ന് മാത്രമല്ല, പൂർവിക പ്രവാചകന്മാര് പഠിപ്പിച്ചതിനെ ഒക്കെ പുനഃസ്ഥാപിക്കുന്നതിനും അതിനെ സത്യപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയാണ് ഈ അവസാന പ്രവാചകൻ വന്നിരിക്കുന്നതും ഈ അവസാന വേദം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതും എന്നതാണ് ഖുർആൻ പറയുന്ന കാര്യം. വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പീസ് ലവിംഗിൽ നിന്നുള്ള വേറൊരു ചോദ്യം, ഏകദൈവ ആരാധന എന്നത് എല്ലാ മനുഷ്യരെയും ഒരു കേന്ദ്രത്തിലേക്ക് എത്തിക്കുക, അവരെ കൊണ്ട് സ്വന്തം നേതൃത്വം സൂത്രത്തിൽ അംഗീകരിപ്പിക്കുക എന്ന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന തന്ത്രമല്ലാതെ മറ്റെന്താണെന്നുള്ളത്. അത് അദ്ദേഹത്തിന് അങ്ങനെ ആലോചിക്കുകയോ ചെയ്യാം. അങ്ങനെയുള്ള വലിയ തന്ത്രം പ്രയോഗിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ മനുഷ്യരുടെയും പിന്തുണ ഏറ്റുവാങ്ങിയിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ നേതാവാകാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നൊക്കെ. അതിന്റെ മുമ്പ് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടോളൂ, അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഒന്ന് വായിച്ചു പഠിക്കും. അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളും അത് ലോകത്തുണ്ടാക്കിയ ഇമ്പാക്റ്റും എന്തൊക്കെയാണ് എന്നതും ഒന്ന് വിലയിരുത്തിയിട്ട് ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് കണ്ടെത്തിക്കോളൂ. മറ്റൊരു ചോദ്യം പീസ് ലവിംഗിൽ നിന്ന് തന്നെയാണ്. ഏകനായ പ്രപഞ്ച സൃഷ്ടാവിനെ അംഗീകരിപ്പിക്കുകയും
ഞാനാകുന്നു അവസാന പ്രവാചകൻ എന്ന് പറയുന്നത് അതാണ് സന്ദേശം. ബുദ്ധിയുള്ളവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നേതാവാകാൻ, പ്രവാചകൻ എന്നുള്ള നിലക്ക് ഉയർന്നു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇത് നേരത്തെ ഉന്നയിച്ച അതേ വിഷയം തന്നെയാണ്. അപ്പോ അതേ ഉത്തരം തന്നെ മനസ്സിലേക്ക് ഒന്നുകൂടി കൊണ്ടുവന്നാൽ മതി. നിങ്ങൾ ഈ പ്രവാചകനെയും അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളെയും ഒന്ന് ശരിക്കും മാറ്റുരച്ച് വിലയിരുത്തി പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ തന്നെ എത്തി. പീസ് ലവിങ്ങിന്റെ വേറൊരു ചോദ്യം, പുരുഷന്റെ ഏറ്റവും വലിയ ബലഹീനത ഭാര്യ വിശ്വസ്ത ആണോ എന്ന സംശയമാണ്. അതാണ് സ്ത്രീകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ഈ സംസ്കാരം ശ്രമിക്കുന്നതിന്റെ പിന്നിലെ കാരണം. ഇതിനെ ന്യായീകരിക്കാൻ സ്ത്രീകളുടെ ലൈംഗിക താല്പര്യങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് ന്യായം പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നതാണ്. ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങളില് ഇങ്ങനെ ഭാര്യയെ അവിശ്വസിക്കുന്ന ഒരവസ്ഥ ഉള്ള സമൂഹങ്ങളും സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ വിവാഹ ബന്ധത്തിന്റെ ഏറ്റവും വലിയ നിർമ്മലത തന്നെ, ഏറ്റവും വലിയ ആകർഷകത്വം തന്നെ ഭർത്താവിന് വിശ്വാസമാണ്. അതുപോലെ ഭാര്യക്കും വിശ്വാസമാണ് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ആകർഷകത്വം. കുത്തഴിഞ്ഞ ഒരു സമൂഹത്തില് ഈ എല്ലാറ്റിനെയും ഭാര്യയെയും ഭർത്താവിനെയും സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് നമ്മുടെ മനോരോഗ കേന്ദ്രങ്ങളിലൊക്കെ പോയാല് ഈ പാരനോയിയ എന്ന് പറഞ്ഞ ഒരു അസുഖം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളം അതിന്റെ ഇരകളായിട്ട് എത്തുന്ന രോഗികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മളെ സമൂഹത്തില് ബാധിച്ചിരിക്കുന്ന അധാർമികതയുടെ പുഴുക്കുത്തുകൾ കാരണമായിട്ട് കൂടി ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണലായ ഒരു അസുഖവും ഉണ്ട്, രോഗവും തന്നെ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഇത് സ്ത്രീയെ കെട്ടിപ്പൂട്ടി വെച്ച് അവളെ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി പുരുഷൻ ഉണ്ടാക്കിയ നിയമമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സങ്കല്പിക്കാം. ഏത് പുരുഷനാണ് ഈ നിയമം ഉണ്ടാക്കിയത് നിങ്ങളൊന്ന് പറ. നിങ്ങൾ പറയുന്നത് ഈ നിയമം ഉണ്ടാക്കിയ മുഹമ്മദ് നബിയാണ് എന്നതാണ് നിങ്ങളുടെ പ്രമൈസിസ് എങ്കിൽ അത് ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ട് ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിക്കോളൂ. നിരക്ഷരനായ ഒരു പ്രവാചകന് 40 വയസ്സുവരെ സാധാരണമായ ജീവിതം നയിച്ചിരുന്ന എഴുത്തും വായനയും അറിയാത്ത ഒരു മനുഷ്യന് ലോക ചരിത്രത്തിലെ നിയമജ്ഞരെ തന്നെ വിസ്മയിപ്പിക്കുന്ന നിയമ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇതുപോലെ കോഡിഫൈ ചെയ്ത് 7 ആയത്തുകൾ മാത്രം ഉള്ള വിധത്തിലാണ് അനന്തരാവകാശ നിയമങ്ങളൊക്കെ ഖുർആനിൽ പറയുന്നത്. 6 ആയത്തുകളാണുള്ളത്. അങ്ങനെയൊക്കെ കോഡിഫൈ ചെയ്ത് സമഗ്രമായി ഒരുക്കി തയ്യാറാക്കാൻ നിരക്ഷരനായ ഒരു മനുഷ്യന് കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞു തന്നോളൂ. അതല്ല അതില് ഇസ്ലാം അവകാശപ്പെടുന്ന കാര്യങ്ങളിൽ വല്ല കഴമ്പുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒന്ന് പരിശോധിച്ച് തീരുമാനത്തിലേക്ക് എത്താവുന്നതാണ്. മറ്റൊരാളുടെ തീരുമാനം അല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ തന്നെ യുക്തിക്കും ബുദ്ധിക്കും ഇത് യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്തുകൊണ്ട് അതിന്റെ ശരിതെറ്റുകൾ നിങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കുക. അതാണ് ബോധ്യം, അതാണ് ആയി മാറുക. അപ്പോ അതിനുള്ള ജെനുവിനായ ഒരു ശ്രമം നിങ്ങൾ നടത്തിക്കോളൂ. ഞാനിപ്പോ അത് എത്ര ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞാലും നിങ്ങൾക്കത് ന്യായീകരണമായിട്ടേ തോന്നുകയുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ സ്വന്തം നിലക്ക് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങളെ കുറിച്ചും ഒക്കെ വിലയിരുത്തി വിമർശനാത്മകമായിട്ട് പഠന വിധേയമാക്കി ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പീസ് ലവിങ്ങിന്റെ മറ്റൊരു ചോദ്യം, ആധുനിക കാലത്ത് പർദ്ദയും മറ്റും വരുന്നതിന്റെ പിന്നിലെ കാരണം ഇതല്ലാതെ മറ്റെന്താണ്? വസ്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യ സ്ത്രീകളെ കോടാനുകോടി വർഷങ്ങൾ നഗ്നരായി നടക്കാൻ എങ്ങനെ അനുവദിച്ചു എന്നതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യം. അങ്ങനെ കോടാനുകോടി വർഷങ്ങളുടെ ഒരു ചരിത്രമൊക്കെ ഭൂമിയിൽ മനുഷ്യനുണ്ടായിരുന്നു എന്നത് ശാസ്ത്രത്തിന്റെ അല്ല, അനുമാന ശാസ്ത്രത്തിന്റെ ഒരു സങ്കല്പം മാത്രമാണ്. അതൊന്നും വസ്തുതയായിട്ട് ബോധ്യപ്പെടാനോ മനസ്സിലാക്കാനോ നമുക്ക് സാധ്യമല്ല. ഇനി മനുഷ്യന്റെ ഉത്ഭവം തന്നെ ആദമും ഹവ്വയും, ആദ്യത്തെ ആണും ആദ്യത്തെ പെണ്ണും സൃഷ്ടിക്കപ്പെട്ട് ഭൂമുഖത്ത് അവര് ജീവിതം ആരംഭിക്കുന്ന കാര്യം പറയുന്ന ഖുർആന്റെയും അതുപോലെ ബൈബിളിന്റെയൊക്കെ സൂചനയിൽ വ്യക്തമായിട്ടും ആ ഘട്ടത്തിൽ തന്നെ അവർക്ക് നഗ്നതയെ കുറിച്ച് ബോധം ഉണ്ടാവുന്നതും അവര് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇലകൾ എടുത്ത് അവരുടെ നഗ്നത മറക്കാൻ ശ്രമിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോ തുടക്കത്തിൽ തന്നെ മനുഷ്യന് നഗ്നതയെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നുണ്ട്. വസ്ത്രം ഏതോ വിധത്തിലൊക്കെ ഉള്ളത് അവര് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനേക്കാൾ എന്നിട്ട് അല്ലാഹു ഒരിടത്ത് പറയുന്നത്
ഏറ്റവും ഉത്തമമായ വസ്ത്രം തഖ്വയാണ്, ദൈവഭക്തിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ശ്രദ്ധയും കരുതലുമാണ് എന്നൊക്കെ പറയുന്നതും കാണാൻ കഴിയും. അപ്പോ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ആദ്യത്തെ തലമുറക്ക് ലഭ്യമായിരുന്നില്ല എങ്കിൽ പോലും ഏതോ വിധത്തിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നവരായിരുന്നു ആദ്യത്തെ തലമുറ മനുഷ്യര് തന്നെ എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം. അതിന് വിരുദ്ധമായി കോടാനുകോടി വർഷങ്ങളുടെ സാന്നിധ്യം മനുഷ്യന് ഭൂമുഖത്തുണ്ടായിരുന്നു എന്നൊക്കെയുള്ള പല അനുമാനങ്ങളും സങ്കല്പങ്ങളും ശാസ്ത്രം പറയുന്നത് അബദ്ധമാണ്. ഇനിയും അതിന് ഉപോത്ബലകമായിട്ടുള്ള പല ന്യായങ്ങളും തെളിവുകളും യുക്തിക്ക് ബോധ്യമാവുന്ന കാര്യങ്ങളൊക്കെ ശാസ്ത്രം അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് സമർപ്പിച്ച് അത് വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് എന്നതാണ് ഞാൻ സംബന്ധമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നഗ്നത തുടക്കം മുതൽ തന്നെ ഭൂമുഖത്തേക്ക് മനുഷ്യനെ നിയോഗിച്ച അയച്ച ആ ഘട്ടം മുതൽ തന്നെ നഗ്നത മറക്കുന്ന ഒരു സംസ്കാരം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചോദ്യത്തിന്റെ ബാക്കി ഭാഗത്തിന് പറയത്തക്ക പ്രസക്തിയില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പദത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.